ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ 4 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. യൂട്യൂബിൽ ഇത്തരത്തിൽ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എന്തൊരു ചേഞ്ചസ് വരുമ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് പെട്ടെന്ന് ഷെയർ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ കിട്ടുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാണ്ട് ടെൻഷനായിട്ട് ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് തന്നെയാണ്. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അനലിറ്റിക്സ് ഉണ്ടല്ലോ. നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് റിട്ടേണിംഗ് വ്യൂവേഴ്സ്, അതായത് ഓഡിയൻസിലാണ് ഈ വന്നിരിക്കുന്നത്. റിട്ടേൺ വ്യൂവേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിട്ടേണിംഗ് വ്യൂവേഴ്സ് ആൻഡ് ന്യൂ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. റിട്ടേൺ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവരാണ്. ന്യൂ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന ആളുകൾ, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത് മാറാൻ പോവാണ്. ഇനി ഇവിടെ വരുന്നത് റെഗുലർ വ്യൂവേഴ്സ്, അതായത് ഈ റിട്ടേണിംഗ് വ്യൂവേഴ്സ് നമ്മളുടെ റെഗുലർ വ്യൂവേഴ്സും ന്യൂ വ്യൂവേഴ്സ് നമ്മളുടെ കാഷ്വൽ വ്യൂവേഴ്സ് ആയിട്ട് മാറാൻ പോവാണ്. ഈ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റിട്ടേണിംഗ് വ്യൂവേഴ്സ് കുറയാണ്ട് ശ്രദ്ധിക്കണം. കുറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പുരോഗതികൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓരോ ക്രിയേറ്ററും മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ റിട്ടേണിംഗ് അതായത് റെഗുലർ വ്യൂവേഴ്സ് എന്ന് പറയുന്നവർ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ആളുകൾ, എന്നും ചാനലിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും നിങ്ങൾ ഈ ഗ്രാഫും ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിലാണ്. ഈ ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതൊരു സ്റ്റിക്കർ രൂപത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടു, ഈ ഒരു വീഡിയോയിൽ ഇവിടെ കണ്ടു കണ്ണാടിയുടെ ഇവിടെ ഈ വീഡിയോ ഞാൻ റൺ ചെയ്യിപ്പിച്ചാണ്. ഓക്കെ, ഞാൻ സൗണ്ട് വയ്ക്കുന്നില്ല. ഈ കണ്ണാടിയുടെ ഒരു അഫിലിയേറ്റ് ഇവിടെ സ്റ്റിക്കറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ക്രോം വരുന്നതായിരിക്കും. ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ക്രോമിലൂടെ പോയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക്, മിന്ത്രയാണ് വന്നിരിക്കുന്നത്, ഇത് ഈ വെബ്സൈറ്റിലേക്ക് പോവുകയും ഈ കണ്ണാടി പർച്ചേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്താണോ ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് അത് സ്റ്റിക്കർ രൂപത്തിലും വരുന്നുണ്ട്. ഓക്കെ, അത് റോൾ ഔട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണ്ണാടിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു കേട്ടോ. 4000 സംതിങ് രൂപയെ. അതുകൊണ്ട് ഇവിടെ കാണിച്ചു തരാം. 4664 രൂപ ഒരു കണ്ണാടിക്ക്. ശരിക്കും അതിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും, അതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടാഗ് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്റ്റിക്കർ രൂപത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കും കാണാവുന്നതാണ്. ടാഗ് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്സിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കാണുന്നത് വെച്ചാൽ ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്, ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുമ്പോൾ ഷോർട്സ് വഴിയാകുമ്പോൾ കൂടുതൽ ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ സെയിലാവാൻ, അതായത് നമുക്ക് ടാഗിൻ്റെ ആ ഒരു റെഫറൽ ഇൻകം കിട്ടുന്ന പോലെ ആ ഒരു ടാഗ് ചെയ്യുന്നതിലൂടെ ഇൻകം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നപ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് പറഞ്ഞു തന്നാണ് ഇത്തരത്തിൽ സ്റ്റിക്കർ രൂപത്തിൽ ഈ അഫിലിയേറ്റ് ടാഗ് കൊടുക്കുന്ന ഈ ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. മൂന്നാമത്തെ അപ്ഡേറ്റ്, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട്, അതിലോട്ട് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. എന്തിൻ്റെ? ഈ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ നമ്മൾ എന്ത് കമൻറ്റ് നമ്മുടെ ഓഡിയൻസ് ചെയ്താലും നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്താലും അതിൻ്റെയൊക്കെ നമുക്ക് ജിമെയിലിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അത് ഓഫ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ്. അത് ഇനി ആർക്കും അങ്ങനെ വരുന്നില്ല. ഇതൊരു നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം ഒരുപാട് കമൻറ്റ് നമുക്ക് യൂട്യൂബിൽ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് തന്നെ ആ കമൻറ്റ് നോക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനും പറ്റുന്നതാണ്. പിന്നെ അത് പോരാഞ്ഞിട്ടാണ് മെയിൽ ത്രൂ നമുക്ക് ഇത്തരത്തിൽ വരുന്നത്. അത് മെയിൽ ത്രൂ വരുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ, ഈ മെയിൽ ത്രൂ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ്, നാലാമത്തെ അപ്ഡേറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതായത് 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ജൂലൈ 22, 2025 തൊട്ടിട്ട് നമുക്ക് ലൈവ് ചെയ്യാൻ, 16 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം ചാനലിൽ ലൈവ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. പിന്നെ ചാനലിൽ പെനാൽറ്റി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്നും കൂടി പറയണേ. പേരൻസിൻ്റെ കൂടെ അല്ലാണ്ട് ഈ 16 വയസ്സിന് താഴെയുള്ളവർ ലൈവിൽ ഇരിക്കരുത്. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാവുന്നതാണ്, അതൊരു കുഴപ്പമില്ല. അപ്പോൾ ജൂലൈ 22-ന് ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇതും കൂടി ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ ഫാമിലി ഒരുപാട് പേര് അറിയാണ്ട് ഇത്തരത്തിൽ കുട്ടികളിനെയൊക്കെ വെച്ച് ലൈവ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ കുട്ടികളുടെ ലൈവ് ചെയ്യാൻ പറയും. ചെറിയ കുട്ടികളിനെയൊക്കെ എടുത്തിട്ട് ഇത്തരത്തിൽ ലൈവൊക്കെ കൊണ്ടുവന്നിരുത്ത് അപ്പം തന്നെ ലൈവ് ഓഫ് ആവുന്നതായിരിക്കും. ഫസ്റ്റ് കമൻറ്റ് സെക്ഷനാണ് ഓഫ് ആകുക. പിന്നെ ഒരു മാഡം എൻ്റെ അടുത്ത് കുട്ടികളുടെ ചെറിയൊരു കുട്ടീനെ കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള ഒരു വീഡിയോസ് എടുത്ത് യൂട്യൂബ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലിക്ക് കൂടുതൽ അറിയില്ല എങ്ങനെ യൂട്യൂബിൽ വയലേഷൻ. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് യൂട്യൂബിൽ സീരിയസ്നെസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്നത് ഒരുപാട് പേര് എൻ്റെ ഈ ഒരു മൊബൈലിൽ
ഇഷ്ടം പോലെ എനിക്ക് മെസ്സേജ് വരും. ഓരോ പ്രോബ്ലങ്ങൾ വരുമ്പോഴും നിരന്തരം വരുമ്പോൾ ഒരുപാട് ചാനലുകൾ ഈ ഇടയായിട്ട് ഇഷ്ടം പോലെ ചാനലാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് യൂട്യൂബ്. അപ്പോൾ നമ്മുടെ ഫാമിലി മനസ്സിലാക്കണം, ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ തക്കതായിട്ടുള്ള കാരണങ്ങൾ വരുത്തിക്കൊണ്ടാണ് ചാനലുകൾ പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ചാനലുകൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെ നെയ്ക്കഡായിട്ട് വസ്ത്രം ഇല്ലാണ്ടൊന്നും നിർത്തിയിട്ട് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലൊന്നും വീഡിയോ ഇടരുത്. അത് വയലേഷനാണ്. കുട്ടികളുടെ മേലുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ എടുത്തു കളയുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ അടുത്ത് അങ്ങനെയും ഒരുപാട് പേര് പറയും, ആ ചാനലിൽ എന്താ കുഴപ്പം വന്നിട്ടില്ലല്ലോ, ഇതേ കണ്ടന്റ് അവർ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് കുഴപ്പം വന്നില്ലല്ലോ, എനിക്കെന്താ ഈ ഒരു കുഴപ്പം വന്നിരിക്കുന്നത്? അവർക്ക് കുഴപ്പം വന്നിട്ടില്ല പറഞ്ഞിട്ട് നമുക്ക് വരാമെങ്കിൽ അവർക്കും വരും നാളെ. ഇത് യൂട്യൂബിനും മെഷീൻ ലേണിംഗ് സിസ്റ്റം ഇത്തരത്തിൽ ഡിറ്റക്ട് ചെയ്ത് ഏതൊക്കെ ചാനലാണോ അതൊക്കെ കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കിട്ടിയില്ലല്ലോ, നമുക്ക് എന്തെങ്ങനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് കാര്യമില്ല. ഇത് നിങ്ങൾ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത് നോക്കൂ. അവർ പറയും നിങ്ങൾ വയലേഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എടുത്തു കളഞ്ഞ് പറയും. പിന്നെ കുട്ടീനെ ഒരിക്കലും കാലൊക്കെ പിടിച്ച്, ചെറിയ കുട്ടിയാണ് ഒരു കാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കണ പോലെയൊന്നും എടുക്കരുത്. മൃഗങ്ങളെ തല്ലിന പോലെയുള്ള വീഡിയോസ് എടുക്കരുത്. കോഴിയാണെന്ന് പറഞ്ഞിട്ട് കാലും കൊണ്ട് ഒറ്റ തട്ട് തട്ടിയാൽ മതി, ആ വീഡിയോ നിങ്ങളുടെ എന്താവും, ബ്ലോക്ക് ആവും. വീഡിയോ യൂട്യൂബ് വയലേഷൻ. അത് മൃഗങ്ങളുടെ മേലെയും ഇത്തരത്തിൽ വയലേറ്റ് ചെയ്യുന്നത് യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്തതാണ്, അതും പോവും. ഓക്കെ. പിന്നെ ശരിയല്ലാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്നത്, അതായത് സെക്സ്വൽ കണ്ടന്റ് എന്ന് പറയുന്നത്, അതും നമ്മൾ ഫേസ് ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ കരുതിയിട്ട് എന്ത് വേണമെങ്കിൽ പറയാം, നല്ല റീച്ച് ആണെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മോണിറ്റൈസേഷൻ ടൈമിലാണ് നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സെക്സ്വൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവും. ഓക്കെ. വെറും വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പൈങ്കിളി കഥകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല റീച്ച് കിട്ടും. കാരണം ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കഥകൾ കേട്ടുകൊണ്ടേയിരിക്കും, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചാനൽ തുടങ്ങിയവർക്ക് കുഴപ്പമാണ്. സെക്സ്വൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ തരത്തില്ല, റിജക്റ്റ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള ഹൈപ്പുള്ള വേർഡ്സുകളൊന്നും ഉപയോഗിച്ചിട്ടൊന്നും ഇത്തരത്തിലുള്ള നോവലോ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ചാനൽ പോയി പോകും. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല റീച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കുന്നു, പക്ഷെ അത്തരത്തിലുള്ള ചാനലുകളൊക്കെ പോയി പോകുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറയണത്, ഇത്തരത്തിലുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിരന്തരം ഓരോ കാര്യങ്ങളായിട്ട് വരുന്നതും അവരുടെ ചാനലിൽ റിക്കവറിയുമായി ബന്ധപ്പെട്ടും സർവീസൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിൽ ഒരുപാട് കിടഞ്ഞ് പരിശ്രമിച്ചു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഡിലീറ്റ് ആയി പോയതില്ലേ, എത്ര അപ്പീൽ ചെയ്തിട്ടും അവര് ഒരു റെസ്പോണ്ട് ചെയ്തത് ഞങ്ങൾ മാനുവലി എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇത് തിരിച്ചു തരുന്നില്ല എന്നാ പറയുന്നത്, തിരിച്ചു തരുന്നതേ അല്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇത്തരത്തിലുള്ള ചാനലുകൾ യൂട്യൂബ് ഒരുപാട് ഡിലീറ്റ് ആക്കി കളയുന്നതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഇത്തരം പ്രവണതകൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ പോളിസി വയലേഷൻ ഉള്ള കണ്ടന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഇത്തരം വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.